അക്ഷരങ്ങൾ നിരത്തിവെച്ച് എന്തും നമുക്ക് വായിക്കാം. വായിക്കാൻ കഴിയാതെ പോകുന്ന ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ മനസ്സ് മാത്രമാണ്. പ്രയാസങ്ങൾ ഹൃദയം തകർത്താലും പ്രതീക്ഷകൾ കൈവിടരുത്. ഏതൊരു ഇരുട്ടും തുളച്ച് ഒരുനാൾ പ്രകാശം നമ്മെ തേടിവരും. പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്കായിരിക്കുമത്. തളരാതെ, പ്രത്യാശകൾക്ക് മുന്നിൽ തകരാത്ത പ്രതിബന്ധങ്ങൾ ഇല്ല. പ്രതിസന്ധികളും പരാജയങ്ങളും നമ്മുടെ ആത്മീയത തകർക്കുമ്പോൾ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഉറച്ച പ്രത്യാശ നമ്മളിൽ ഉണ്ടാകണം. നമ്മളെ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന ചിലതുണ്ട്. എത്രയൊക്കെ ദേഷ്യത്തോടെ സംസാരിച്ചാലും നമ്മളോട് ഒത്തിരി സ്നേഹത്തോടെ പെരുമാറുന്നവർ, അവർക്ക് ദേഷ്യം വരാഞ്ഞിട്ടല്ല, അവരുടെ ദേഷ്യത്തിന് പോലും നമ്മളോട് അത്രയും സ്നേഹമാണ്. ഞാനെന്ന ഭാവം ഉപേക്ഷിക്കുക, നമ്മളെന്ന ചിന്ത വളർത്തുക, അഹംഭാവത്തെ മറികടക്കുക, സ്നേഹത്തിന് വില കൽപ്പിക്കുക, ചിരി കൊണ്ട് അകലം കുറയ്ക്കുക, അപവാദങ്ങളെ അവഗണിക്കുക. നിങ്ങൾ ജീവിതത്തിലെ ഒരു ദിവസത്തെയും വെറുക്കരുത്. നല്ല ദിവസങ്ങൾ സന്തോഷം തരുന്നു. മോശം ദിവസങ്ങൾ പുതിയ തിരിച്ചറിവുകൾ നൽകുന്നു. രണ്ടിനെയും സമചിത്തത്തോടെ നിങ്ങൾ കൈകാര്യം ചെയ്യണം. ചതികൾ ആകുന്നത് അത് ശത്രുക്കളിൽ നിന്നാകുമ്പോഴാണ്. അനുഭവിക്കുമ്പോഴെല്ലാം മറിച്ച് വേണ്ടപ്പെട്ടവരിൽ നിന്ന് ഉണ്ടാകുമ്പോഴാണ്. മിണ്ടാൻ ആരുമില്ലാത്തപ്പോൾ തേടി വരുന്നവരെ അല്ല, മറിച്ച് മിണ്ടാൻ ഒരുപാട് പേർ ഉള്ളപ്പോഴും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നവരെയാണ് ചേർത്തു പിടിക്കേണ്ടത്. മരണം കൊണ്ടുപോകാത്തതായി ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ, അത് നാം മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹവും അതുപോലെ തന്നെ ഒരു പിടി നല്ല ഓർമ്മകളുമാണെന്ന് പഠനങ്ങൾ പറയുന്നു. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം നമ്മുടെ ശരികൾ പറയാൻ നമ്മളേ ഉള്ളൂ. തെറ്റുകൾ പറയാൻ നമുക്ക് ചുറ്റും ഒരുപാട് പേർ ഉണ്ടായെന്ന് വരാം. ജീവിതത്തിൽ സംഭവിച്ചതിനെ ഓർത്ത് ഒരിക്കലും പശ്ചാത്താപിക്കരുത്. അത് മാറ്റാനോ പഴയപടി ആക്കാനോ മറക്കുവാനോ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് അതൊരു പാഠമായി നിങ്ങൾ മുന്നോട്ടു പോകുക. ഭൂതകാലത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ തിരുത്താൻ ജീവിതം നമ്മെ അനുവദിക്കുന്നില്ല. എന്നാൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തേക്കാൾ മികച്ച രീതിയിൽ ഓരോ ദിവസവും ജീവിക്കാൻ ജീവിതം നമ്മെ അനുവദിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പല പ്രശ്നങ്ങളെയും വലുതാക്കുന്നതും ചെറുതാക്കുന്നതും നമ്മുടെ ചിന്താഗതികളും അതുപോലെ തന്നെ പ്രവൃത്തികളുമാണ്. തനിക്ക് തോന്നുന്ന പുരുഷനോട് സ്ത്രീകൾ ഏറ്റവും സത്യസന്ധന്മാരായിരിക്കും. സ്വന്തം ദുഃഖത്തിനിടയിലും അന്യൻ്റെ വേദന മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്നവരാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പന്നർ. വേദനിപ്പിക്കും അതിലും വലിയ പുണ്യം മറ്റൊന്നിലും കിട്ടില്ല. നമുക്ക് ചുറ്റുമുള്ള പല ജീവിതങ്ങളെയും അടുത്തറിഞ്ഞു തുടങ്ങുമ്പോൾ അവരെ അതുവരെ നാം നോക്കിക്കണ്ട കാഴ്ചപ്പാടുകൾ മാറും. നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് നിസ്സാരമായി തോന്നിപ്പോകും. ഒരുമിച്ച് നടന്നപ്പോൾ എന്ത് നേടി എന്നതല്ല, ഒറ്റയ്ക്ക് നടന്നപ്പോൾ പിന്നിൽ നിന്ന് വിളിക്കാൻ പോലും ആരും ഇല്ലെന്ന തിരിച്ചറിവാണ് ജീവിതം. ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ, തെറ്റ് സംഭവിച്ചിട്ടില്ലെങ്കിൽ, ആരൊക്കെ നമ്മളെ മോശക്കാരാക്കിയാലും തളർത്താൻ ശ്രമിച്ചാലും കാലം ഒരിക്കലും നമ്മളെ തോറ്റുപോകാൻ അനുവദിക്കില്ല. നിങ്ങളുടെ ജീവിതം വളരെ ചെറുതാണ്. ശരിയായ രീതിയിൽ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, അല്ലാത്തവരെ മറക്കുക. സംഭവിച്ചതിന് എല്ലാത്തിനും ഒരു കാരണമുണ്ടാകും. മാനസിക സംഘർഷത്തിന് വേണ്ടി നിങ്ങളുടെ ഊർജം ഉപയോഗിക്കാതിരിക്കുക. പകരം വിശ്വാസം, വളർച്ച, സ്നേഹം, പരിപാലനം എന്നിവയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഊർജം പ്രയോഗിക്കുക. ഒരുമിച്ച് നടന്നപ്പോൾ എന്ത് നേടി എന്നതല്ല, ഒറ്റയ്ക്ക് നടന്നപ്പോൾ പിന്നിൽ നിന്ന് വിളിക്കാൻ പോലും ആരും ഇല്ലെന്ന തിരിച്ചറിവാണ് ജീവിതം.
അനുഭവിക്കുന്ന വേദനയോ കടന്നുപോകുന്ന അവസ്ഥകളോ പറഞ്ഞാൽ വേറൊരാൾക്കും മനസ്സിലാകില്ല എന്ന ചിന്തയിൽ നിന്നാണ് ഒരാൾക്ക് മൗനം പിറവികൊള്ളുന്നത്. തുറമുഖത്ത് കെട്ടിയിരിക്കുന്ന വെള്ളം സുരക്ഷിതമാണ്, എന്നാൽ കാലക്രമേണ അതിൻ്റെ അടിഭാഗം നശിച്ചു പോകും. സുരക്ഷ അല്ല, അവസരങ്ങളെയാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. പ്രയാസങ്ങൾ ഹൃദയം തകർത്താലും പ്രതീക്ഷകൾ കൈവിടരുത്. ഏതൊരു ഇരുട്ടും തുളച്ച് ഒരു നാൾ പ്രകാശം നമ്മെ തേടിവരും, പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക്. നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുക. നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ അഭിപ്രായം പറയാതിരിക്കുക. രണ്ടും മറ്റുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും. ഒരു വ്യക്തിയോട് നിങ്ങൾ കയർത്തു സംസാരിച്ചാൽ എന്തിൻ്റെ പേരിലായാലും അത് നിങ്ങളെ തന്നെ അസ്വസ്ഥനാക്കും. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കുക. ജീവിതം വളരെ ചെറുതാണ്. നിങ്ങളുടെ മുറിവുകൾക്കുള്ള മരുന്ന് സ്നേഹവും ക്ഷമയുമാണ്. ആ മരുന്ന് നൽകാൻ കഴിയുന്ന വൈദ്യൻ നിങ്ങൾ മാത്രമാണ്. നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മെ ഒറ്റപ്പെടുത്തുന്ന, കുറ്റപ്പെടുത്തുന്ന, മുറിവേൽപ്പിക്കുന്ന, അതുപോലെ കളിയാക്കുന്ന കുറച്ച് ആളുകളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. മറ്റുള്ളവരെ പോലെ ആവുക എന്നതല്ല, ഞാൻ എങ്ങനെയാണ് അതിൽ നിന്നും കുറെ കൂടി മെച്ചപ്പെടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമാവേണ്ടത്. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഒരു വൃക്ഷത്തെ പോലെ ഒറ്റയ്ക്ക് നിൽക്കുക. നിലത്ത് വീണാൽ വീണ്ടും പോരാടാൻ മുളച്ചു വരുന്ന ഒരു വിത്ത് പോലെ ആവുക. നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്ന് ആളുകൾ പറയുമ്പോൾ അതിനർത്ഥം അവരുടെ ഇഷ്ടത്തിനൊത്ത് നിങ്ങൾ പ്രവർത്തിക്കുന്നത് നിർത്തി എന്നാണ്. ജീവിതം ഭാവിയിലേക്കുള്ള ഒരുക്കമാണ്. എന്നാൽ ഭാവിയിലേക്കുള്ള ഏറ്റവും നല്ല തയ്യാറെടുപ്പ് അങ്ങനെ ഒന്നില്ലാത്ത പോലെ ജീവിക്കുക എന്നതാണ്. നിങ്ങളെ ആക്രമിക്കുന്ന ശത്രുവിനെ അല്ല നിങ്ങൾ ഏറ്റവും ഭയപ്പെടേണ്ടത്. നിങ്ങളെ കെട്ടിപ്പിടിച്ച് സ്നേഹം നടിക്കുന്ന വ്യാജ സുഹൃത്തിനെയാണ്. ജാഗ്രതയോടെ സുഹൃത്തുക്കളെ കണ്ടെത്തുക. ഇടയ്ക്കിടെ നമ്മെ കളിയാക്കുന്നവരും കുറ്റപ്പെടുത്തുവാനും ചിലരൊക്കെ വേണം. കാരണം ആ കളിയാക്കലും ആ കുറ്റപ്പെടുത്തലും നമുക്കുള്ള ഒരു പ്രചോദനമാണ് നമ്മുടെ ജീവിതത്തിൽ. ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കാൻ കഴിയാത്തവരെ ഒരിക്കലും അകറ്റി നിർത്തരുതേ. കാരണം അവരുടെ സ്നേഹം അത്രത്തോളം സത്യവും അതിരില്ലാത്തതും ആയിരിക്കും. നിങ്ങളെ ആഗ്രഹിക്കുന്ന സ്ത്രീ നിങ്ങളെ മരണം വരെ പിന്തുണക്കും. സ്വയം വില കളയുന്നതിനേക്കാൾ ഏറ്റവും നല്ല ഉപാധ്യ മൗനമാണ്. ആർക്കും പരാതിയോ പരിഭവമോ ഉണ്ടാകില്ല. മൗനമാണ് കുത്തിനോവിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി. മരണത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അർഹിക്കുന്ന പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ആരെയും സംസാരിക്കാൻ വേണ്ടി നിർബന്ധിക്കരുത്. ഇഷ്ടമുള്ളവർ നമ്മുടെ കൂടെ കാണും, ഇല്ലാത്തവർ പോകേണ്ടവരാണ്. പിടിച്ചു വാങ്ങുന്ന ഒന്നിനും വില കാണില്ല. കുറഞ്ഞു പോകുന്നത് സ്നേഹമല്ല, താല്പര്യങ്ങളാണ്. സ്വീകരിച്ച ആഗ്രഹങ്ങൾക്ക് പിന്നീട് അത്ര ആവേശം കാണില്ല. അടുക്കുന്നത് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അകലുന്നത് അതിൻ്റെ പൂർത്തീകരണത്തോടു കൂടിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. Don't forget to subscribe.